ഹായ് അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എനിക്കും സുഖമാണ് കേട്ടോ. എന്തുണ്ട് വിശേഷം? എന്താണ് പ്രത്യേകത അത് എല്ലാവർക്കും അറിയാലോ. ഇന്ന് ബറാത്താണ് കേട്ടോ. ബറാത്തിൻ്റെ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ചക്കരച്ചോറോ പായസമോ എന്തെങ്കിലും ഒരു മധുരം നമുക്ക് നിർബന്ധമാണ് കേട്ടോ. അതും ഈ മധുരം കഴിക്കണം. ഇത് നമുക്ക് 3 യാസിയും എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും മുസ്ലിം ഏരിയൻ്റെ വീട്ടിലും എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാനൊരു പച്ചരി പായസമാണ് ഉണ്ടാക്കാൻ പോണേ. സിമ്പിളാണ് കേട്ടോ, ഒന്നും വേണ്ട. ഇവിടെ ഉള്ള പച്ചരി കൊണ്ട് നമ്മൾ ഞാൻ കുക്കറിൽ വിസിൽ ഇട്ടിട്ടുണ്ട്. അതിട്ടിട്ട് കുറച്ച് ശർക്കര ഒഴിച്ചിട്ട് അത് വന്നിട്ട് അങ്ങനെ ഒരു പായസം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ പായസം എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബാ. അപ്പോൾ എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. അറിയാലോ. ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് അരി കേട്ടോ, കുതിർത്തി വെച്ച പച്ചരിനെ ഞാൻ കുക്കറിലോട്ടിട്ട് അത് വിസിലടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് എന്തൊക്കെ ശർക്കര, ആവശ്യത്തിന് ശർക്കര. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 10 അച്ച ശർക്കരയാണ്. പിന്നെ 2.5 തേങ്ങ, 2-3 തേങ്ങയുടെ പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത്രയേ ഉള്ളൂ കേട്ടോ ഇതിനാവശ്യം. അങ്ങനെ ഞാൻ കുക്കറിലോട്ട് അതിനെ വെച്ചുകൊണ്ട് അങ്ങനെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നതും ശർക്കരനെടുത്ത് ഞാൻ അങ്ങനെ ചൂടാക്കിയിട്ടോ, നല്ല ഉരുക്കിട്ടോ, ചൂടാക്കെല്ലാം ഉരുക്കിയതിന് ശേഷം അപ്പോഴേക്കും കുക്കർ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ വെച്ച് അതാണ് പെട്ടെന്ന് വെന്തങ്ങ് കിട്ടും കേട്ടോ. അങ്ങനെ ഈ ശർക്കര ഞാൻ അതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കരച്ചോറ് വെക്കണേക്കായി ഇങ്ങനെയൊക്കെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ്. ചക്കരച്ചോറ് പെട്ടെന്ന് അങ്ങ് മടുക്കും. ഇതങ്ങനെ മടുക്കൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് കഴിക്കും കേട്ടോ, എല്ലാവരും കഴിക്കും. അങ്ങനെ ശർക്കര ഒഴിച്ചു കേട്ടോ. എൻ്റെ പൊന്നെ, ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബാലൻസ് കിട്ടാൻ കുറച്ച് സാൾട്ടും കൂടി ചേർക്കും കേട്ടോ. ഞാൻ എന്തിലും കുറച്ച് ബാലൻസ് കിട്ടാൻ പായസം വെക്കുകയാണെങ്കിലും ശർക്കര പായസം വെക്കുകയാണെങ്കിൽ എന്ത് പായസം വെക്കുകയാണെങ്കിലും കുറച്ച് ബാലൻസ് കിട്ടാൻ ഒരു ശകല ഉപ്പ് ചേർക്കും കേട്ടോ. അങ്ങനെ ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് കേട്ടോ, അങ്ങനെ ഉപ്പ് ചേർത്തു കേട്ടോ. പിന്നെ ഞാൻ ചെറിയ ചട്ടി എടുത്തിട്ട് ആ ചട്ടിയിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചങ്ങാണ്ട് ആ നെയ്യിൽ അണ്ടിപ്പരിപ്പും, എൻ്റെ പൊന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എൻ്റെ മോനും ഇക്കയും പോയി കൊണ്ടുവന്നിക്കണേ. അണ്ടിപ്പരിപ്പ് കുഴപ്പമില്ല കേട്ടോ. മുന്തിരി അങ്ങ് നമ്മൾ സാധാരണ നോർമൽ കഴിക്കണ മുന്തിരിയില്ലേ, ഈ കറുപ്പ് കളറ്, അതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. പായസത്തിലോട്ട് അങ്ങനത്തെ മുന്തിരിയല്ല കേട്ടോ, സാധാ മുന്തിരിയാണ് കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത് കുറച്ച് നല്ല ക്വാളിറ്റി കൂടിയൊരു മുന്തിരിയാണ്. പക്ഷെ അത് പായസത്തിലോട്ട് അങ്ങ് ഇടാൻ പറ്റില്ല, വെറുതെ അങ്ങ് കഴിക്കാനുള്ളൂ പറ്റുക. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഓക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ച് അങ്ങനെ അണ്ടിപ്പരിപ്പ് അതിലോട്ടിട്ടൊന്ന് വാട്ടിട്ടോ ഒരു ചുമന്ന കളറാകുമ്പോൾ ആ കറുത്ത മുന്തിരിനെയും കൂടെ അതിലോട്ടിട്ടു കേട്ടോ. ആദ്യം അണ്ടിപ്പരിപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് അത് ചുമക്കാൻ നേരത്താണ് മുന്തിരി ഇടാൻ പറ്റുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇതൊന്നും ABCD അറിയില്ലായിരുന്നു. പ്രായം കൂടുന്തോറും ABCD ഒക്കെ അങ്ങ് പഠിക്കണം എന്ന് പറയുന്നത് ഇതാണ്. യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു പ്രയോജനം ഇപ്പോഴത്തെ മക്കൾക്കുണ്ട്. എല്ലാം അങ്ങ് യൂട്യൂബിൽ നോക്കി അങ്ങ് സെറ്റ് ചെയ്യുക. എനിക്കൊന്നും പിന്നെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞാൻ സ്വയം അങ്ങനെ പഠിക്കേണ്ട ഒരു കാലമായിരുന്നു. അങ്ങനെ കണ്ടോ, കറുപ്പ് മുന്തിരിയാണ് എൻ്റെ പൊന്നെ. അതിലോട്ടിട്ടു. അങ്ങനെ 8 ഏലക്ക, 8 ഏലക്കടെ അതിൻ്റെ ഉള്ളിലത്തെ അതെടുത്തുങ്ങാണ്ട് നല്ലോണം പൊടിച്ചുങ്ങാണ്ട് അതിനും കൂടെ ഈ നെയ്യിലോട്ട് ഇട്ടിട്ട് അതിലോട്ടിടുക കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ ഗ്യാസ് ഓഫാക്കിട്ടോ. അങ്ങനെ കുക്കറിൻ്റെ ഗ്യാസ് ഓഫാക്കിട്ടോ. ഓഫാക്കണം കേട്ടോ. എന്താന്നോ കുക്കറിലത്തെ പിന്നെ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അങ്ങനെ തിളപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് കുക്കറിൻ്റെ
കുക്കർ വെച്ച് അടുപ്പ് അങ്ങ് ഓഫാക്കി. അങ്ങനെ ഒന്നാം പാൽ കേട്ടോ, ഞാൻ ആകെ ഒരു തവണയിൽ പിഴിഞ്ഞിട്ട് അത് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്തു കേട്ടോ. കാരണം എൻ്റെ തേങ്ങക്ക് തീരെ പാലില്ല കേട്ടോ. കാരണം 3 തേങ്ങ എടുത്തിട്ട് ഇത്ര പാലോള് കിട്ടിയത്. അധികം തേങ്ങ അങ്ങോട്ട് ഭയങ്കര മൂത്തൊരു തേങ്ങയായി പോയി കേട്ടോ. അതാണ് ഇങ്ങനെ. അങ്ങനെ ആ തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു അരിപ്പായസം അങ്ങ് സെറ്റായി എൻ്റെ പൊന്നെ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് അധികം ചിലവില്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് കുക്കറിൽ 4 അരി ഇട്ടിട്ട് 1/2 ഗ്ലാസ് അരി ഇട്ടിട്ട് പായസം കുടിക്കണം തോന്നിയാൽ എങ്ങനെ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ പാലിലും ചെയ്യുക കേട്ടോ. ഞാൻ പാലിലല്ല തേങ്ങാപ്പാലിൽ ചെയ്ത ഒന്നും കൂടി എനിക്ക് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ചക്കരച്ചോറിക്ക് ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു തേങ്ങയുടെ പാൽ ഒഴിച്ച ഒരു ടേസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് ഇങ്ങനെ പായസം കുടിക്കണം ഈ ഒരു ബറാത്തിനാന്ന്. എല്ലാ ബറാത്തിനും ഞാൻ സേമിയ പായസം ചെയ്യാറ് കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ അടിപൊളി പായസം സെറ്റായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ നല്ല കൊതിയോറ് തേങ്ങാപ്പാലും പച്ചരിയും കൊണ്ട് പായസം ഉണ്ടാക്കി അത് റെഡിയായി. നമ്മൾ ചക്കരച്ചോറ് തിന്നണേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ പായസം കുടിക്കാം. അടിപൊളി പായസം റെഡി കേട്ടോ. അടിപൊളി പായസം, അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഞാൻ കുടിക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ചക്കരച്ചോറ് പായസം എന്താണെന്ന് കമൻറ്റ് ഇട്ടിട്ടില്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ അരിപ്പായസമാണ് കേട്ടോ, എൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ എത്രയുള്ളൂ, അധികം ചിലവില്ല, ഒന്നുമില്ല. പച്ചരി എല്ലാ വീട്ടിലും കാണൂലേ. അതിട്ട് കുക്കറിലൊരു വിസിലടിച്ച് 2 തേങ്ങ ഉണ്ടായാൽ മതി, പായസം റെഡി. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോസ്. കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അപ്പോൾ ബൈ.